കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 1 കൊരിന്തോസ് 10-ാം അധ്യായം 13-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കഴുകനെ പോലെ ചിറകിടിച്ചുയരുവാൻ ദൈവ സാന്നിധ്യം നമ്മെ സഹായിക്കും. നമ്മുടെ തളർച്ചയെ മാറ്റി ക്ഷീണത്തെ അകറ്റി ദൈവിക ബലം തരും. ഹബക്കൂക്ക് പ്രവാചകൻ തന്റെ പ്രതികൂല സാഹചര്യത്തിലും വിളിച്ചു പറഞ്ഞു: കർത്താവായ ദൈവമാണ് എന്റെ ബലം. കലമാന്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എന്റെ പാദങ്ങൾക്ക് വേഗത നൽകി. ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. സ്നേഹമുള്ളവരെ, ദൈവ സാന്നിധ്യം നമ്മുടെ പ്രതികൂലങ്ങളെ തകർത്തു മാറ്റും. ദൈവ സാന്നിധ്യം നമ്മുടെ ആകുലതകളെ അകറ്റും. ദൈവ സാന്നിധ്യം നമ്മുടെ നിരാശയെ മാറ്റി പ്രത്യാശയുള്ളതാക്കി തീർക്കും. ദൈവ സാന്നിധ്യം കുടുംബങ്ങളെ കൂടുതൽ ഉറപ്പുള്ളതാക്കി മാറ്റും. ദൈവ സാന്നിധ്യം സമാധാനവും സന്തോഷവും നൽകും. അതുകൊണ്ട് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം: ദൈവമായ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം എന്റെ കൂടെ ഉണ്ടാകണമേ. അങ്ങയുടെ സാന്നിധ്യം എന്റെ കുടുംബത്തിൽ ഉണ്ടാകണമേ. അങ്ങയുടെ സാന്നിധ്യം ജീവിതത്തിലുടനീളം ഉണ്ടായിരിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം. അവിടുത്തെ തിരുമുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും. അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യൻ. നമുക്ക് വിശ്വാസത്തോടുകൂടി അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. അവിടുന്നാണ് നമ്മുടെ ഏകദൈവം. എല്ലാ നാവും നിന്നെ വാഴ്ത്തും, മുഴങ്കാലും നിൻ മുൻപിൽ മടങ്ങും. എല്ലാ നാവും നിന്നെ വാഴ്ത്തും, മുഴങ്കാലും നിൻ മുൻപിൽ മടങ്ങും. ആനന്ദദായകൻ, ആശ്വാസകൻ, ആരാധനയ്ക്കെന്നും യോഗ്യനവൻ. ആനന്ദദായകൻ, ആശ്വാസകൻ, ആരാധനയ്ക്കെന്നും യോഗ്യനവൻ. യേശു മാത്രം, യേശു മാത്രം, അവൻ മാത്രം ഏറ്റവും യോഗ്യൻ. യേശു മാത്രം, യേശു മാത്രം, അവൻ മാത്രം ഏറ്റവും യോഗ്യൻ. ആനന്ദദായകൻ, ആശ്വാസകൻ, ആരാധനയ്ക്കെന്നും യോഗ്യനവൻ. ഹല്ലേലൂയ. ആനന്ദദായകൻ, ആശ്വാസകൻ, ആരാധനയ്ക്കെന്നും യോഗ്യനവൻ. അവിടുന്ന് നമ്മെ പാപത്തിന്റെ ചേറ്റിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു. നമ്മുടെ ചങ്ങലകളെ പൊട്ടിച്ച് അവിടുന്ന് നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ആ കർത്താവായ ദൈവം ഇന്നും ജീവിക്കും. നമ്മുടെ സകല പ്രാർത്ഥനകളും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ചേറ്റിൽ നിന്നും എന്നെ വീണ്ടെടുത്ത് ഉറപ്പുള്ള പാറമിൽ നിർത്തിയതും, പാപത്തിൻ ചങ്ങല പൊട്ടിച്ചതും, പുതു സൃഷ്ടിയായി മാറ്റിയതും. ചേറ്റിൽ നിന്നും എന്നെ വീണ്ടെടുത്ത് ഉറപ്പുള്ള പാറമിൽ നിർത്തിയതും, പാപത്തിൻ ചങ്ങല പൊട്ടിച്ചതും, പുതു സൃഷ്ടിയായി മാറ്റിയതും. യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം, അവൻ മാത്രം ഏകരക്ഷ. യേശു മാത്രം, യേശു മാത്രം, അവൻ മാത്രം ഏകരക്ഷ. ആനന്ദദായകൻ, ആശ്വാസകൻ, ആരാധനയ്ക്കെന്നും യോഗ്യനവൻ. ആനന്ദദായകൻ, ആശ്വാസകൻ, ആരാധനയ്ക്കെന്നും യോഗ്യനവൻ. തീച്ചൂള പോലെ ശോധനകൾ വരുമ്പോഴും പ്രതികൂലം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴും വിശ്വസിക്കുക, അവിടുന്ന് നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരും. കർത്താവ് നമ്മെ വിടുവിക്കും. അവിടുന്ന് നമ്മെ രക്ഷിക്കും. നമ്മുടെ രക്ഷകനാണ് നമ്മുടെ ദൈവം. അവിടുന്ന് ഇന്നും ജീവിക്കുന്നു. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ഏകദൈവം. നമുക്ക് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം. അവിടുത്തെ ആരാധിക്കാം.
യേശുവേ. ഉലയിൻ ശോധനകൾ പ്രതികൂലമായി വന്നിടിലും നാലാമനായി ഇറങ്ങി വന്ന യേശു എന്നെ വിടുവിച്ചിടും. തീച്ചുളയിൻ ശോധനകൾ പ്രതികൂലമായി വന്നിടിലും നാലാമനായി ഇറങ്ങി വന്ന യേശു എന്നെ വിടുവിച്ചിടും. യേശു മാത്രം, യേശുവേ, അവൻ മാത്രം എൻ സഹായം. യേശുവേ, അവിടെ നിന്റെ സഹായമാകും. യേശു മാത്രം, അവൻ മാത്രം എൻ സഹായം. ആനന്ദദായകനാശ്വാസകൻ, ആരാധനയ്ക്കും യോഗ്യനവൻ. ആനന്ദദായകനാശ്വാസകൻ, ആരാധനയ്ക്കും യോഗ്യനവൻ. നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളിൽ അവിടുന്ന് നമ്മെ സഹായിക്കുവാൻ കടന്നു വരുന്നു. വിശ്വാസത്തോടുകൂടി അവിടുത്തെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നിരാശകളെ മാറ്റി കർത്താവ് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. മരുഭൂമിയിൽ വെയിലേറ്റു ഞാൻ തളർന്നിടാതെ ജീവജലം കുടിപ്പിച്ചതിൻ പുതുശക്തിയാൽ നടത്തിയിടുമേ. ജീവിതമാ മരുഭൂമിയിൽ വെയിലേറ്റു ഞാൻ തളർന്നിടാതെ ജീവജലം കുടിപ്പിച്ചതിൻ പുതുശക്തിയാൽ നടത്തിയിടുമേ. യേശു മാത്രം, യേശു മാത്രം, അവൻ മാത്രം നിത്യ ഉറവ. യേശു മാത്രം, യേശു മാത്രം, അവൻ മാത്രം നിത്യ ഉറവ. ആനന്ദദായകനാശ്വാസകൻ, ആരാധനയ്ക്കെന്നും യോഗ്യനവൻ. ആനന്ദദായകനാശ്വാസകൻ, ആരാധനയ്ക്കെന്നും യോഗ്യനവൻ. ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന നമ്മുടെ ജീവിതത്തെ കർത്താവായ യേശു സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.